പേടി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ രാത്രിയായപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ടോർച്ച് ലൈറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇരിക്കുന്ന ആ ഗുഹ പോയിട്ടുള്ള ഒരു പാറയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഈ ഗുഹയിൽ നോക്കിക്കൊണ്ട് ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ രണ്ട് സാധനം ഇരുന്ന് ഇങ്ങനെ മിനുങ്ങണം. നോക്കിയപ്പോൾ ഒരു വലിയ പാമ്പ് തൊട്ട് താഴെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കരടി അതുവഴി അങ്ങോട്ട് നടന്നു പോകും. രാത്രി മൊത്തം ഇങ്ങനെ ഇരുന്നിട്ട് മയങ്ങിപ്പോയി. മയങ്ങിയതും എൻ്റെ ദേഹത്ത് ശക്തമായി ഒരടി അടിച്ചിട്ട് ഒരു ഉഗ്ര രൂപത്തിൽ പറയാണ്, എണീറ്റ് പോ. സർവജ്ഞ പീഠത്തിനകത്ത്, സർവജ്ഞ പീഠം ഒരു ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. സർവജ്ഞ പീഠത്തിനകത്ത് ഒരു പുലി കിടക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് ഇരുട്ടായപ്പോൾ അതിശക്തമായ നിലവിളി, ഈ സ്ത്രീകളും എല്ലാം കൂടി നിലവിളിക്കുന്നത് പോലെ ഈ കാട്ടിൻ്റെ തായ്വാരത്ത്. അപ്പോൾ ഞാൻ ഈ നിലവിളി കേട്ടിട്ട് ഇതിനകത്ത് ഈ ഉൾവനത്തിനകത്ത് ആരുമില്ല, മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ നിലവിളി. ഞാൻ ഈ നിലവിളിയൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, എന്നാലും ധൈര്യം സംഭരിച്ച്, അതായത് മരിക്കാൻ പോണ നമുക്ക് പിന്നെ എന്തോന്ന് പേടി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ രാത്രിയായപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ടോർച്ച് ലൈറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇരിക്കുന്ന ആ ഗുഹ പോയിട്ടുള്ള ഒരു പാറയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഈ ഗുഹയിൽ നോക്കിയപ്പോൾ ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ രണ്ട് സാധനം ഇരുന്ന് ഇങ്ങനെ മിനുങ്ങണം. നോക്കിയപ്പോൾ ഒരു വലിയ പാമ്പ് ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്തിരിക്കുകയാണ് ഗുഹയ്ക്കകത്ത്. അതിന് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് വെളിയിറങ്ങി പോകാൻ പറ്റില്ല, ഇര തേടാനൊക്കെ രാത്രി പോകാനുള്ളത് പാടില്ല. ഇതിൻ്റെ കണ്ണ് ഇങ്ങനെ ഇരുന്ന് തിളങ്ങണേ. അപ്പോൾ എന്നെ നോക്കി യവനും ഇരിക്കുകയാണ്, യവനെ നോക്കി ഞാനും ഇരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം പാറയെ താഴെ ഇറങ്ങിയ വീണ് കാലൊടിയും. ഇത് പാമ്പിരിക്കുകയാണ്. തൊട്ട് താഴെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കരടി അതുവഴി അങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി നമ്മളെ ആരെങ്കിലും ഒരാളിന് ഒന്നീ പാമ്പ് കടിക്കും, അല്ലെങ്കിൽ കരടി കൊണ്ടുപോകും. ഇങ്ങനെ ഇരുന്ന് ഏകദേശം വെളുപ്പ രാവിലെയായി. നല്ല നിലാവ് ഇങ്ങനെ മറ്റേ സൂര്യൻ്റെ പ്രകാശം പതുക്കെ അടിച്ചു തുടങ്ങി. അപ്പോഴൊരു 5-5:30 മണി സമയമാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ പാറയിൽ പതുക്കെ ചാരി ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയല്ല, ഞാൻ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്, മയങ്ങിപ്പോയി. രാത്രി മൊത്തം ഇങ്ങനെ ഇരുന്നിട്ട് മയങ്ങിപ്പോയി. മയങ്ങിയതും എൻ്റെ ദേഹത്ത് ശക്തമായി ഒരടി അടിച്ചിട്ട് ഒരു ഉഗ്ര രൂപത്തിൽ പറയാണ്, എണീറ്റ് പോ, നിനക്ക് മരിക്കാൻ സമയമായില്ല, പോകാൻ പറഞ്ഞു. ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ എനിക്ക് ധൈര്യമില്ല, എൻ്റെ ദേഹമൊക്കെ ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ അഴിച്ചു അവിടുന്ന്. പാമ്പന്നരോടുണ്ടോ? പാമ്പിനെ പിന്നെ കണ്ടേ, ഞാൻ പിന്നെ ഒന്നിനും നോക്കാൻ പോയില്ല. പിന്നെ ഇത് കിട്ടിയ സഞ്ചി എടുത്ത് കക്ഷത്തിലേക്കൊണ്ട് പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പേടി. ഈ കാട്ടിനകത്തോട്ട് തിരിച്ച് കയറി പോകാൻ വേണ്ടി, അങ്ങോട്ട് പോയപ്പോൾ ധൈര്യത്തിൽ പോയതാണ്. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പിന്നെ കയറി നാളെ ഇറങ്ങി ബസ് കയറി തിരിച്ചിങ്ങ് വന്നു. ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് അറിയാമെന്നുള്ളവരെ വീടുകളിൽ ഒക്കെ അന്വേഷിച്ച് എല്ലാവർക്കും നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു പിടിയിൽ. ഇവിടെ വന്നതിന് ശേഷം കുറേ ഐഡിയകൾ വന്നു. ഞാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ 4 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് 20 മണിക്കൂർ ജോലി ചെയ്ത് ഞാൻ ഈ ലൈബിലിറ്റി മൊത്തം തീർത്തു. അമ്മ എൻ്റെ കൂടെ വന്ന് നിന്ന് ചെയ്യിച്ചു. അല്ലെങ്കിൽ അന്ന് ആ രാത്രി ശരിക്ക് എനിക്ക് ആ രാത്രി വെളുപ്പിക്കാൻ പറ്റൂലായിരുന്നു. ദേവിയായിട്ട് അന്ന് എന്നെ സംരക്ഷിച്ച് അവിടെ നിർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ പോവുകയാണ് ഈ സ്ഥലത്തേക്ക് തന്നെ. ഈ ഗുഡജാത്രി പോകുമ്പോഴൊക്കെ ഞാൻ ചിത്രമൂല ഗുഹയിൽ പോകും. അവിടെ പോയി ഞാൻ മുമ്പേ അങ്ങ് നടന്നു പോകും. എനിക്ക് ആ വനത്തിൽ വനത്തിൽ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ശക്തിയാണ്. ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എത്ര കഴിഞ്ഞിരുന്നാലും ഞാൻ നല്ല ഉണർവ് വരും പോലെ എനിക്ക് അവിടെ കയറുമ്പോൾ പ്രത്യേക ഒരു എനർജിയാണ്. ഞാൻ ഇങ്ങനെ മുമ്പേ എൻ്റെ കൂടെ രാജേഷ് എന്ന് പറഞ്ഞൊരു ചാറ്റേഡ് അക്കൗണ്ട് ഒരു പയ്യൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവനും അങ്ങനെ ഒരു ടീമെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പോകുന്ന സമയത്ത് ഞാൻ നേരെ പെട്ടെന്ന് ഇതിൽ കൂടി ഒരു കമ്പി വെച്ചിട്ടുണ്ട്, അതിൽ കൂടി തൂങ്ങി ഉയരെ കയറി ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു ചാക്ക് വിരിച്ചിരിക്കുന്നു. ഈ ചാക്കിൻ്റെ മീതെ നടന്നു വന്ന ക്ഷീണത്തിൽ കമന്ന് കിടന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടക്കുകയായിരുന്നു. ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടക്കുന്ന സമയത്ത് യവന് അത് കഴിഞ്ഞിട്ട് രാജേഷാണ് എൻ്റെ കൂടെ വരുന്നത്. രാജേഷ് ഇങ്ങനെ കയറി വന്ന് നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്ന പാറയിലെ ഇതിൻ്റെ അടിയിൽ ഒരു പാമ്പ് കിടക്കുകയായിരുന്നു, ചാക്കിൻ്റെ അടിയിൽ. ഞാൻ അതിൻ്റെ മീതെ കിടക്കണം. എൻ്റെ വെയിറ്റ് കൊണ്ട് പാമ്പിനെ എഴിക്കാൻ വയ്യാതെ പാമ്പിൻ്റെ വാല് മാത്രം വെളിയിൽ കിടന്ന് ഇങ്ങനെ ചുറ്റണം. യോമാൻ സാറേ പെട്ടെന്ന് എണീരെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എണീക്കാനും ഒന്നും ചെയ്യാൻ പറ്റില്ല, താഴോട്ട് ചാടാനും പറ്റില്ല, ഓടാനും പറ്റില്ല. ഞാൻ എണീറ്റ് നിൽക്കാനും ഈ പാമ്പ്, നമ്മൾ പാമ്പിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് പാമ്പിൻ്റെ 1/3 ഭാഗം മാത്രമേ പൊക്കാൻ പറ്റുള്ളൂ.
അതിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടോ അതിൻ്റെ 1/3 ഭാഗം മാത്രമേ അത് പൊക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു കറുത്ത കരുനാഗം, കറുത്ത ഈ ശിവൻ്റെ കഴുത്തി കൊടുക്കുമ്പോഴത്തെ കരുനാഗം, ഇത് ഏകദേശം എൻ്റെ അത്ര പൊക്കത്തിൽ യവൻ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കരുനാഗമൊക്കെ കടിച്ചാൽ പിന്നെ നമ്മൾ ഒരുപാട് യാത്രയൊന്നും ചെയ്യേണ്ടി വരത്തില്ല, അതുപോലെ ഇവിടുന്ന് മുകളിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ദേവി വെച്ച് ദേവി ഇവിടെ വെച്ച് മരിക്കാനാണ് യോഗം, എന്നാലും സന്തോഷം എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ദേവിയെ സ്മരിച്ച് കൈകൂപ്പി നിന്ന്, പാമ്പ് കടിക്കും എന്തായാലും, കൈകൂപ്പി നിൽക്കാനും എന്തോ കണ്ട് പേടിച്ചതുപോലെ ഒരു പ്രകാശം ഇങ്ങനെ വരുമ്പോൾ തോന്നി. ഈ പാമ്പ് പെട്ടെന്ന് തിരിഞ്ഞ് ഒറ്റ പോക്കങ്ങ്, പാമ്പ് എന്തോ കൊണ്ട് പേടിച്ച് പോകും പോലെ പാമ്പങ്ങ് പോയി. ദേവി ശരിക്ക് പറഞ്ഞ് അവിടെ വന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പോകുന്ന മൂകാംബികയിലേക്ക് പോകുന്ന സമയത്ത് കുടജാദ്രി കയറണം. 4 മാസമായിട്ട് മഴ കാരണം കുടജാദ്രിയിലേക്ക് വണ്ടി പോകണില്ല, ജീപ്പ് പോകണില്ല. അപ്പോൾ അവിടെ വിനോദ് എന്ന് പറഞ്ഞ്, ഇപ്പോഴും അവിടെ കടയിട്ടിരിക്കുന്ന ഇത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും, വിനോദ് എന്ന് പറഞ്ഞ് കട ഇട്ടിരിക്കുന്ന ഒരു കടക്കാരനുണ്ട്, അവനാണ് ജീപ്പ് ഓട്ടിക്കുന്നത്. വിനോദ് പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്നെ സഹായിക്കുമെങ്കിൽ നമുക്ക് ഞാൻ ജീപ്പ് എടുക്കാം, എവിടെയെങ്കിലും വഴി പോയടത്തെല്ലാം കല്ലൊക്കെ പിടിച്ചിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ വഴി ഉണ്ടാക്കി, ചിലയിടത്ത് ജീപ്പ് മാത്രമേ പോകുള്ളൂ, ഞങ്ങൾ തള്ളിയൊക്കെ എല്ലാവരും കൂടി, ഞങ്ങൾ 5 പേരുണ്ട്, എല്ലാവരും കൂടി പോയി നേരെ അവിടെ പോയപ്പോൾ ചെന്നിട്ട് മുകളിൽ ഗുഡജാദ്രി വരെ പോവാം, അല്ല ഇവിടെ സർവജ്ഞപീഠം വരെ പോവാം, ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലമല്ലേ, അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം, താഴോട്ട് ഇറങ്ങാൻ എന്തായാലും നടക്കില്ല, അവിടെ വരെ പോകാമെന്നും പറഞ്ഞ് പോവേണം. അങ്ങോട്ട് പോയ സമയത്ത് മഴ, വെള്ളം ഇങ്ങോട്ട് വരെയാണ്, അതിലൂടെ പാമ്പൊക്കെ ഒലിച്ച് വരെയാണ്. മാത്രമല്ല അവിടെ മൊത്തം അട്ട ചെല്ലും, ദേഹം മുഴുവനും അട്ട കടിച്ച് പരിവാക്കി. അങ്ങനെ നേരെ ഇങ്ങനെ ചെല്ലാനും ഈ ചിത്രമൂല ഇവിടെ കുടജാദ്രി സർവജ്ഞപീഠത്തിനകത്ത്, സർവജ്ഞപീഠം ഒരു ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, സർവജ്ഞപീഠത്തിനകത്ത് ഒരു പുലി കിടക്കുകയാണ്. നമ്മൾ ഈ കയറി ചെല്ലുന്ന സൗണ്ട് കേട്ടോണ്ട് യമൈ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾ നോക്കിക്കൊണ്ട്. നമ്മൾ ജീപ്പില്ല, ഇല്ല, നമ്മൾ നടന്ന് കയറി ചെല്ല. അപ്പോൾ നമുക്ക് ഓടാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെ കയറി ചാടിയോ നമ്മൾ ചെന്ന് അവൻ്റെ മുമ്പേ ആയി അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാളിനെയും കൊണ്ടേ പുലി പോവുള്ളൂ, അവൻ വിശന്ന് കിടക്കുകയാണ്, ആരെങ്കിലും ഒരാളിനെ കൊണ്ട് പുലി പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓടാൻ പറ്റുമോ? ഓടിയാവും വിടുപോകും. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ചാടിയാൽ മതി നമ്മുടെ നേരത്തേക്ക്. അപ്പോൾ ഇങ്ങനെ നിന്ന ഇത് പുലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരുന്നിട്ട് പുലി അങ്ങോട്ട് ചാടി അങ്ങ് പോയി. ഇങ്ങനെ അമ്മ രക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ ഒരാളിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് എത്ര ഹോമം ചെയ്താലും, ഇപ്പോൾ 209 ഹോമം ചെയ്തു എന്ന് ഞാൻ വളരെ അഭിമാനത്തെ പറയണമെങ്കിൽ എത്ര ഹോമം ചെയ്താലും അമ്മ തന്ന ജീവനാണ്, അമ്മ തന്ന ആയുസാണ്, അമ്മ തന്ന കഴിവാണ്. എന്തെങ്കിലും ഇവിടെ ഇരുന്ന് ഈ ചാനലിൻ്റെ മുമ്പ് ഇരുന്ന് എനിക്ക് പറയാനായിട്ട് എനിക്ക് കഴിവുണ്ടെങ്കിൽ അത് ദേവിയുടെ വാഗ്ദേവത തന്ന കഴിവാണ്. അതുകൊണ്ട് ഈ നവരാത്രി കാലഘട്ടത്തിൽ ഭക്തരായിട്ടുള്ളവർ അമ്മയുടെ നടയിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വ്രതം നോക്കി അമ്മയെ ആരാധിക്കുമെങ്കിൽ ഭൂലോകനാഥയാണ് അമ്മ. എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അമ്മ കേൾക്കും. കാരണം എവിടെയെന്ന് ആളുകൾ പറയും, ഞാൻ മൂകാംബികയിൽ പോകാൻ എത്രയോ കാലമായി ശ്രമിച്ചു, ഇതുവരെ നടന്നില്ല, എനിക്ക് അമ്മയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല, എത്രയോ പ്രാവശ്യം ഞാൻ ടിക്കറ്റ് എടുത്തു, എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണ്? ഇവർ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അമ്മ അറിയും. മറ്റ് ക്ഷേത്രം പോലെയല്ല, മറ്റ് ക്ഷേത്രത്തിൽ നമുക്ക് രാവിലെ എടുത്ത് വള്ളി നിൽക്കിട്ടുണ്ടെങ്കിൽ പോയാൽ മതി. ഇത് ഇവിടുന്ന് പോകണമെങ്കിൽ അമ്മ അങ്ങോട്ട് അറിയണം, നമ്മളുടെ കർമ്മഫലം കുറയണം. നമ്മളെ കർമ്മഫലം കൊണ്ടാണ് പോകാൻ പറ്റാത്തത്, അല്ല ദേവി ഒന്നും ചെയ്യാനേ അല്ല, തടയണേ അല്ല. അങ്ങനെ കർമ്മഫലം, നമ്മളെ കർമ്മഫലം അറ്റ് തീരുമ്പോഴാണ് അപ്രതീക്ഷിതമായി പോകാൻ പറ്റും. പ്രതീക്ഷിക്കാതല്ല, നമ്മൾ ഒരു പ്രതീക്ഷയും വേണ്ട, അല്ലാതെ അവിടെ അമ്മ കൊണ്ട് 2009 മുതൽ 2025 വരെ ഒരു 10 വട്ടമെങ്കിലും ഞാൻ പോകാൻ തയ്യാറെടുത്തു, പോകാൻ പറ്റിയില്ല. 2025 കഴിഞ്ഞ 9 മാസമാണ് പോകാൻ പറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്രയ്ക്ക് ഒരു സ്ഥലം മൂകാംബിക അമ്മയെക്കുറിച്ച് നമ്മൾ ഇത് എൻ്റെ മാത്രം അനുഭവങ്ങൾ ഇല്ലാതെ ഈ ഇത്രയും വർഷത്തിനകത്ത്, കാരണം ഈ 10 ഇപ്പം പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷത്തിൽ കൂടുതലായി ഞാൻ കണ്ടിന്യൂസ് പോകാൻ തുടങ്ങിയിട്ട്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഞാൻ വിവാഹം കഴിച്ചിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യ ഫോൺ ചെയ്യുമല്ലോ, ഇവളെല്ലാ വർഷവും മൂകാംബികയിൽ ഡാൻസ് ചെയ്യാൻ പോകുന്ന കഥ പറയും. എല്ലാ വർഷവും അവർ മുടങ്ങാതെ മൂകാംബികയിൽ അമ്മയും അവർ വൈഫിൻ്റെ അമ്മ അവിടെ പോയി ഡാൻസ് ചെയ്യും, അച്ഛൻ ചെണ്ട കൊട്ടും, അവർ അങ്ങനെ കലാപരമായ കഴിവുകളുള്ള കുടുംബമാണ്. അപ്പോൾ എല്ലാ വർഷവും പോകും. അപ്പോൾ അവിടുന്ന് സാരി വാങ്ങിയത്, ലേലം പിടിച്ച്, ഈ കഥകളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പോകാനായിരിക്കും നമ്മുടെ യോഗം. പക്ഷെ അവക്കും പിന്നെ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇത്രയും വർഷത്തിനിടയിൽ 8 വർഷം കഴിഞ്ഞു പിന്നെ പോകാൻ വേണ്ടിയിട്ട്. അതാണ് എന്റെ കർമ്മഫലങ്ങൾ തീർന്നു. കർമ്മഫലം തീർന്നു. അമ്മയുടെ അടുത്ത് പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ കർമ്മഫലം തീർന്നു എന്ന് വിചാരിക്കുക.
അമ്മയാണ് അവിടെ. അമ്മയുടെ മുമ്പ് വരുന്ന ഒരു ഭക്തനും കയ്യും വീശി പോവേണ്ടി വരത്തില്ല. അതിന് ഒരു സംശയം വേണ്ട. അമ്മയുടെ മുമ്പ് പോയിട്ട് വരുമെങ്കിൽ നിങ്ങളുടെ കുറേ ഭാരം അമ്മ എടുക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. ആ പുണ്യ സ്ഥലമാണ് അവിടെ. അത് വെച്ചാൽ പോയി നമ്മളിപ്പോൾ ഞാൻ എല്ലാ മാസവും പോകും. അപ്പോൾ ഒരു മാസം ഞാൻ പോയില്ലെങ്കിൽ എനിക്കെന്തോ എനർജി ഇല്ല. ശരിക്കും എനർജി അവിടെ നിന്ന് ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ തിരക്കുള്ള ക്ഷേത്രം ഗുരുവായൂരാകട്ടെ, ശബരിമലയിൽ പിന്നെ എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ നമ്മൾ കയറി തൊഴും. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ പോലും നമ്മൾ പുറത്തുനിന്ന് തൊഴും. നമ്മളറിയാം ഭഗവാൻ അവിടെ ഉണ്ട്, നമ്മുടെ കൂടെ. ഞാൻ സ്ഥിരം പോകുന്ന എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലാണ്, എറണാകുളം. അവിടെയാണ് നമ്മൾ പുറത്ത് നിന്ന് തൊഴും പോവും. ഇതാണ് പതിവ്. പക്ഷെ മൂകാംബികയിൽ പോയി ആദ്യത്തെ തവണ തൊഴുതു, അവിടെ തൃപ്തി വന്നില്ല, കാണാൻ പറ്റിയില്ല. രണ്ടാമത് വീണ്ടും തൊഴുന്നു. അങ്ങനെ 5-6 തവണ ആ 1.5 ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് തൊഴുത് മണിക്കൂറുകളോളം നടയിൽ ചെലവിടാൻ പറ്റി. ഞാൻ മനസ്സിലൊരാളെ വിചാരിച്ചു, അയാളെ എന്നെ മുന്നിൽ അവിടെ കൊണ്ട് തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അവിടെ തൊഴുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുകളെല്ലാം പോയി തൊഴുമ്പോൾ അവിടെ അമ്മ 3 രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ മഹാകാളിയായിട്ടും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായിട്ടും രാത്രി മഹാസരസ്വതി ആയിട്ടുമാണ്. ഈ 3 ദീപാരാധനയും തൊഴണം. ഈ ആളുകൾ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു പൂജ തൊഴുതിട്ടിങ്ങി പോരും. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയം ഉച്ച സമയത്താണെങ്കിൽ ഉച്ചയ്ക്ക് കയറി അമ്മ ചിലപ്പോൾ കുട്ടിയെ തൊഴുന്നിരിക്കും, അത് തൊഴുതിട്ടിങ്ങി പോരും. ചിലപ്പോൾ രാവിലെ ആയിരിക്കും പോണേ, രാവിലെ തൊഴുതിട്ട് അവർ ഇപ്പം വേറെ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് പോവുമായിരിക്കും, അവരിങ്ങി പോകും. പക്ഷേ ഈ 3 രൂപത്തിൽ അമ്മയെ തൊഴുതാൽ മാത്രമേ ശരിക്കും മൂകാംബി അമ്മയെ തൊഴുതാവുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഈ തിരക്കുള്ളപ്പോൾ സാധ്യമല്ല. അല്ല, സാധ്യമല്ല. നമ്മൾ ഇത്രയും ദൂരം പോവുകയല്ലേ. അതെ, നമ്മള് അല്ല, ഞാൻ ക്ഷേത്രത്തിൽ തിരക്കുണ്ടാവുന്ന സമയം എന്നാലും ആയിക്കോട്ടെ. എന്നാലും നമ്മൾ ഇത്രയും ദൂരെ പോയത് നമ്മളെ ദൗത്യം എന്താണ്? അമ്മയെ കാണുക. ആ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ 3 രൂപത്തിലും അമ്മയെ തൊഴണം. വേറെ ഒന്നും വേണ്ട. 3 രൂപത്തിൽ അമ്മയെ 3 പ്രാവശ്യം പോയി തൊഴുതിട്ട് അവിടുന്ന് കഷായ തീർത്ഥവും വാങ്ങി കഴിച്ച് വരികയാണെങ്കിൽ അവർക്ക് അനുഭവം സുനിശ്ചിതമാണ്. അസുഖം മാറും, പഠിക്കാത്ത കുട്ടി പഠിക്കും. എത്ര ബുദ്ധിയില്ലാത്തവരും അവിടെ പോയി കുറച്ചു നേരം നിന്നാൽ അവിടുന്ന് ബുദ്ധി ഉദിക്കും. ഞാൻ പറയണത് അവിടെ പോയി ആദ്യമായിട്ട് പോകുന്നവരെല്ലാം എഴുതിക്കണമെന്നാണ്. അതിന് പ്രായമൊന്നും നോക്കരുത്. ഞാൻ എഴുതിച്ചായിരുന്നു. നാക്കിൽ എഴുതിക്കണം. കാരണം നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്. നമുക്കെല്ലാം എന്താ അറിവിരിക്കുന്നത്? നമുക്ക് നമ്മളെ ഏതെങ്കിലും സബ്ജക്റ്റിൽ കുറച്ച് അറിവുണ്ടെന്നല്ലാതെ നമുക്ക് എന്തിനെക്കുറിച്ച് അറിയാം? നമുക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. നമുക്ക് ഇന്ന് ലോകത്തുള്ളതിനെ കുറിച്ച് 1% പോലും അറിഞ്ഞൂടാ. ഇപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളതിലുപരി നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ പണ്ഡിതനാണ് അല്ല. ഒരു വിഷയത്തിലും ആർക്കും പൂർണ്ണമായി പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ജന്മം കൊണ്ട് സാധ്യമല്ല. വ്യാസവ്യാസൻ എഴുതിയെന്ന് പറയുന്ന വ്യാസവ്യാസൻ അന്നത്തെ ആയുസ് കൂടുതലായിരുന്നു. അദ്ദേഹം 1000-500 വർഷം ജീവിച്ചിരുന്നിട്ടുണ്ടാവാം. അല്ലാതെ ഒരു പുരുഷായുസ് കൊണ്ട് ഒരു വ്യാധമൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും കാലം അവരെ തപോബലത്തിൽ അവർ ജീവിച്ചിരുന്നിട്ടുണ്ടാവാം. ഇന്ന് ബാബ ജീവിച്ചിരിക്കും പോലെ അവരൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടാവാം. അങ്ങനെ എഴുതിയതാവാം. നമ്മൾക്കൊക്കെ അല്പായുസുള്ളവരാണ്. അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കുന്നതിന് ഒരു നിശ്ചിത പീരീഡ് ഉണ്ട്. അത്രേ പറ്റും. അപ്പോൾ അത്രയും പുണ്യ സ്ഥലമാണ് മൂകാംബിക. അപ്പോൾ ഏറ്റവും നവരാത്രി സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് മൂകാംബിക ക്ഷേത്രം. പോകാൻ കഴിയാത്തവർ ഒരു ദിവസം വ്രതം എടുത്ത് മനസ്സുകൊണ്ട് ഇവിടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. വിളക്ക് എത്തിച്ച് 9 ദിവസവും അമ്മയെ പ്രാർത്ഥിക്കാം. 9 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും, അവസാനത്തെ ഒരു 3 ദിവസമെങ്കിലും, സരസ്വതി ദേവിയുടെ 3 ദിവസമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നവരാത്രി അവസാനത്തെ 3 ദിവസവും 4-ാമത്തെ ദിവസമാണ് ശരിക്ക് ദുർഗാഷ്ടമി, വിദ്യാരംഭത്തിൻ്റെ അന്ന് വ്രതം മുടക്കി ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അപ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം വെച്ചിട്ട് അടുത്ത 9 ദിവസം അവർ എടുത്തോളും. അതിനിടയ്ക്ക് അമ്മയുടെ അടുത്ത് പൊക്കോളും. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും. താങ്ക് യു. നമസ്തേ.